നമ്മൾ ഈയിടെ ഏറെ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് മാലിന്യമുക്ത കേരളം എന്നത്. നമ്മുടെ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിൻ കൂടിയാണ് മാലിന്യമുക്ത കേരളം. അതിപ്പോൾ വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷം മാർച്ച് മാസം ആകുമ്പോഴേക്കും നമ്മൾ സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമായി മാറും. ഈ പുറത്തേക്കുള്ള നമ്മുടെ മാലിന്യം വലിച്ചെറിയുന്ന നടപടികളൊക്കെ അത് നമ്മൾ തന്നെ അതിൽ ശക്തമായ ഇടപെടൽ, അതായത് ഓരോ വ്യക്തിയും അതിൻ്റെ വളരെ ഗൗരവത്തോടെ ഇപ്പോൾ സമീപിക്കുന്നുണ്ട് എന്നതും പ്രധാനപ്പെട്ടതാണ്. സർക്കാരിൻ്റെ ഈ ക്യാമ്പയിനുകളൊക്കെ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. ആളുകൾ ഈ പുറത്തേക്ക് മാലിന്യമൊക്കെ വലിച്ചെറിയുന്നത് കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുണ്ട്. അതുമാത്രമല്ല, നഗരസഭകളും തദ്ദേശ സ്ഥാപനങ്ങളും ഒക്കെ ഈ മാലിന്യം വളരെ വേഗത്തിൽ ശേഖരിച്ച് തരംതിരിച്ച് അത് ക്ലീൻ ചെയ്യുന്ന പരിപാടികൾ വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഞാൻ മുക്ത കേരള ക്യാമ്പയിനെക്കുറിച്ച് ഇത്രയും പറയാൻ കാരണം ആ ക്യാമ്പയിനിലേക്ക് KSRTC കൂടി അണിചേരുന്നു എന്നതാണ് മറ്റൊരു പുതിയ വാർത്തയായി നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. ആ വാർത്ത ഇങ്ങനെയാണ്: മാലിന്യ നിർമ്മാർജ്ജനത്തിൽ പങ്കാളിയാകാൻ KSRTCയും സംസ്ഥാനത്തെ എല്ലാ KSRTC ബസ്സുകളിലും മാലിന്യം നിക്ഷേപിക്കാൻ വേസ്റ്റ് ബിന്നുകൾ, മാലിന്യം വലിച്ചെറിയരുത് എന്ന ബോർഡും സ്ഥാപിക്കാൻ തീരുമാനം. ഡിപ്പോകളിലും ആവശ്യമായ വേസ്റ്റ് ബിന്നുകളും മാലിന്യ സംസ്കരണ സംവിധാനങ്ങളും സജ്ജമാക്കും. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായാണ് പദ്ധതി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷിന്റെയും ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെയും നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള പ്രധാന ഡിപ്പോകളിൽ എഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ സ്ഥാപിക്കും. മൊബൈൽ ETPയുടെ ലഭ്യതയും തേടും. വാഹനം കഴുകുന്ന വെള്ളം ശുദ്ധീകരിച്ച് പുനരുപയോഗിക്കാനുള്ള സാധ്യതയും KSRTC ഡിപ്പോകളിലെ ടോയ്ലറ്റ് സംവിധാനങ്ങളുടെ നിലവിലുള്ള സ്ഥിതിയും യോഗം ചർച്ച ചെയ്തു. KSRTC നിർദ്ദേശിക്കുന്ന യോജ്യമായ സ്ഥലത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മിച്ചു നൽകും. KSRTC ഡിപ്പോകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന മലിനജലം ശുദ്ധീകരിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അണ്ടർഗ്രൗണ്ട് STPകളും മൊബൈൽ STPകളും ലഭ്യമാക്കും. ഇതോടൊപ്പം KSRTCയിൽ ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യം കൈകാര്യം ചെയ്യാനാവശ്യമായ MCFകൾ, RRFകൾ, RTF പ്ലാന്റ്, തുമ്പൂർ മൊഴി തുടങ്ങിയ സാധ്യതകളും പ്രത്യേകമായി പരിശോധിച്ച് സാധ്യമായ സ്ഥലങ്ങളിൽ സ്ഥാപിക്കും. KSRTCയുമായി ബന്ധപ്പെട്ട് ഉൽപ്പാദിക്കപ്പെടുന്ന എല്ലാത്തരം മാലിന്യവും നീക്കം ചെയ്യുന്നുവെന്ന് ക്ലീൻ കേരള കമ്പനി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലൂടെ ഉറപ്പാക്കാനും മന്ത്രിമാർ നിർദ്ദേശിച്ചു. KSRTC ഡിപ്പോകൾക്ക് മാലിന്യ സംസ്കരണ സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ശുചിത്വ മിഷൻ ഗ്രീൻ ലീഫ് റേറ്റിംഗ് നൽകും. സംസ്ഥാനത്തെ 93 ഡിപ്പോകളിൽ 69 KSRTCയും ശുചിത്വ മിഷനും ചേർന്ന് നടത്തിയ ഗ്യാപ്പ് അനാലിസിസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ചർച്ച. മറ്റു ഡിപ്പോകളിലും പഠനം ഉടൻ പൂർത്തിയാക്കും. ഡിസംബർ 20-നകം ഓരോ ഡിപ്പോയിലും നടപ്പിലാക്കാനാവുന്ന പദ്ധതികളുടെ വിശദമായ രൂപരേഖ തയ്യാറാക്കാൻ KSRTCയെയും ശുചിത്വ മിഷനെയും മന്ത്രിമാർ ചുമതലപ്പെടുത്തി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.